ശ്രീ നരേന്ദ്രമോദി തൻ്റെ പ്രധാനമന്ത്രി പദത്തിലെ 3-ാം ഊഴത്തിൽ 100 ദിവസങ്ങൾ തികച്ചിരിക്കുന്നു. അപ്പം 100 പ്രത്യേക ഒരു നമ്പറാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 100 ദിവസം തികയ്ക്കുമ്പോൾ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടി ഓർക്കുമ്പോഴാണ് ഈ പറഞ്ഞു വെച്ചതും ആയതും തമ്മിലുള്ള ഒരു അന്തരം, അതോ പറഞ്ഞതിനോട് നീതി പാലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നത്, ഇത് രണ്ടും പരിശോധിക്കാനുള്ള ഒരു സമയമാണിത്. മാത്രമല്ല, മോദിയുടെ ജന്മദിനം കൂടിയാണ്. 74-ൻ്റെ ചെറുപ്പത്തിലേക്ക്, അല്ലെങ്കിൽ 74-ൻ്റെ നിറവിലേക്ക് മോദി നടന്നു കയറിയിരിക്കുന്നു. 75 എന്നത് വളരെ നിർണായകമായ ഒരു പ്രായമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. മോദി യുഗം തുടങ്ങിയപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര തലത്തിൽ ഒരു അനൗപചാരിക ധാരണ വന്നു. 75 വയസ്സ് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കണം, അതായത് റിട്ടയർമെൻറ്റിലേക്ക് പ്രവേശിക്കണം എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ മോദിക്ക് 1 വർഷത്തിനകം പ്രധാനമന്ത്രി പദത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വരില്ലേ എന്ന സങ്കല്പം, എന്ന ഒരു ആശങ്ക കൂട്ടത്തിലിരുന്ന ആ ഭൂതത്തെ തുറന്നു വിട്ടത് കേജ്രിവാളാണ്. അരവിന്ദ് കെജ്രിവാൾ മെയ് മാസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ജയിലിൽ നിന്നും താൽക്കാലിക ജാമ്യത്തിനിറങ്ങിയപ്പോൾ ആദ്യം പൊട്ടിച്ച വെടി അതായിരുന്നു. മോദിക്ക് ശേഷം 75-ാം വയസ്സിൽ മോദി പുറത്താവുകയും BJPയുടെ തന്നെ നയങ്ങളനുസരിച്ച് മോദി തന്നെ കൊണ്ടുവന്ന ഒരു തീരുമാനമനുസരിച്ച് അദ്ദേഹം സ്ഥാനത്യാഗം ചെയ്യുകയും അമിത്ഷാ പ്രധാനമന്ത്രിയാവുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് അമിത്ഷായ്ക്ക് തിരുത്തേണ്ടി വന്നു, മറ്റ് നേതാക്കൾക്ക് തിരുത്തേണ്ടി വന്നു. പക്ഷെ 2ാം നിര നേതൃത്വത്തിൽ BJPയിൽ ഉണ്ടായ ഒരു വലിയ അങ്കലാപ്പ് അത് നമുക്ക് തള്ളിക്കളയാവുന്നതല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് മോദിയുടെ 74-ാം പിറന്നാളും 100 ദിവസത്തെ ഭരണവും വിലയിരുത്തപ്പെടുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പം മോദി അജയ്യനായിരുന്നു ആദ്യ 10 വർഷം. 282 സീറ്റുകളോടെ BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിച്ചു. 2014 തെരഞ്ഞെടുപ്പിൽ 303 സീറ്റുകളോടെ വീണ്ടും ആ ഭൂരിപക്ഷം കുറച്ചുകൂടി മെച്ചപ്പെടുത്തി. ശക്തമായ ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്ക് ലഭിച്ചിരുന്നു. NDA ഉണ്ട് എങ്കിൽ പോലും NDAയുടെ പിൻബലമില്ലാതെ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ തക്ക ഒരു വലിപ്പം ഉണ്ടായിരുന്നു അന്ന്. എന്നാൽ ഈ ലോക്സഭയിൽ നിലപാട് മാറി, ആ സാഹചര്യമാകമാനം മാറി. 242 സീറ്റുകളോടുകൂടി BJP ഈസ് 30 സീറ്റ്സ് ഷോർട്ട് ഓഫ് മെജോറിറ്റി. 30-31 സീറ്റുകൾ മെജോറിറ്റിയിൽ കുറവ് വന്നപ്പോൾ ഘടകകക്ഷികളുടെ, ശക്തരായ ഘടകകക്ഷികളുടെ, ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡുമായും അതുപോലെ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയുമായും സമരസപ്പെട്ട സഖ്യകക്ഷികളാണെങ്കിലും കടുത്ത വിലപേശലിൻ്റെ ട്രാക്ക് റെക്കോർഡുള്ള ഈ കക്ഷികളെ മെരുക്കിക്കൊണ്ട് പോകുന്ന ഒരു ഞാണിന്മേൽ കളി സ്റ്റേജിലാണ് മോദി ഇപ്പോൾ. അതുകൊണ്ടാണ് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് മോദിക്കുണ്ട് എങ്കിൽ പോലും അത് പൈലറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഇന്ന് ഉണ്ടോ എന്നതാണ് ചിന്താവിഷയം. പലരും പറഞ്ഞു ഈ മോദി സർക്കാർ അധികം താമസിക്കാതെ നിലം പതിക്കും. പക്ഷേ അങ്ങനെ ഒരു അസ്ഥിരതയൊന്നും ഇപ്പോൾ ഈ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം NDA മുന്നണിക്ക് ബദലാകാൻ തക്ക നമ്പേഴ്സ് ഇന്ത്യ മുന്നണിക്കില്ല. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി, ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസ് പാർട്ടിയുടെ നമ്പർ 100-ൽ തറച്ചു നിൽക്കുകയാണ്. അതുപോരാ, 242 സീറ്റുകൾ ഒറ്റയ്ക്കുള്ള BJPക്ക് തന്നെയാണ് മറ്റ് കക്ഷികളെയും കൂടെ ചേർത്തുകൊണ്ട് ഒരു മുന്നണി സംവിധാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോൾ ഈ ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് കാര്യമായൊരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനാവില്ല. പക്ഷേ സർവ്വപ്രതാപ ഐശ്വര്യങ്ങളോടുകൂടിയും വാനരളിയിരുന്ന മോദി ലേശം ദുർബലനാകുന്ന കാഴ്ചയാണ് ഒന്നുകിൽ പാർലമെന്റിന്റെ അധോമണ്ഡലത്തിലെങ്കിലും കാണുന്നത്. അവിടെ നിർണായകമായ ചില വിഷയങ്ങളിൽ നിയമനിർമ്മാണം വേണ്ടി വന്നപ്പോൾ, തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നപ്പോൾ യു ടേൺ എടുക്കേണ്ട ഒരു ഗതികേട് NDAയ്ക്കുണ്ടായി, പ്രധാനമന്ത്രിക്കുണ്ടായി. അതിൽ 1-2 കാര്യങ്ങൾ എണ്ണിപ്പറയാം. അതിലൊന്ന് ലാറ്ററൽ എൻട്രി വിഷയമാണ്. സിവിൽ സർവീസിൽ UPSC പരീക്ഷകൾ എഴുതാതെ തന്നെ രാഷ്ട്രീയ നിയമനങ്ങൾ എന്ന രൂപത്തിൽ സിവിൽ സർവീസിൻ്റെ ഉന്നത ശ്രേണികളിൽ അല്ലെങ്കിൽ മിഡിൽ ശ്രേണികളിൽ നേരിട്ട് നിയമനമാകാം എന്ന ഒരു ബില്ല് അത് ഫ്രീസറിൽ വയ്ക്കേണ്ടി വന്നു. അത് പുറത്തെടുക്കാനായില്ല, അത് മുന്നോട്ട് കൊണ്ടുപോകാനായില്ല. ശക്തമായ പ്രതിഷേധം പാർലമെന്റിനുള്ളിൽ ഉണ്ടായി, പുറത്തുമുണ്ടായി. അത് ഷെൽവ് ചെയ്യേണ്ടി വന്നു. അതൊന്ന്.
രണ്ട്, വഖഫ് ബില്ലിൻ്റെ കാര്യം. ഇപ്പം മുസ്ലിങ്ങളുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട വഖഫ് ബില്ല് പൈലറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആവാത്ത ഒരു സ്ഥിതി വന്നു. അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടുകൊടുക്കേണ്ട ഒരവസ്ഥ വന്നു. JPC പോയി കഴിഞ്ഞാൽ പിന്നീട് കാര്യമായ ചർച്ചകൾ ഉണ്ടായി ഒരുപക്ഷെ നടക്കാതെ പോകാനുള്ള സാധ്യതയുമുണ്ട്. അത് അടുത്ത സമ്മേളനത്തിൽ ഒരുപക്ഷെ തിരിച്ചു കൊണ്ടുവന്നേക്കാം. അതുകൊണ്ട് ഓരോ കാര്യത്തിലും, അതുപോലെ ഈ പുതിയ വിഷയങ്ങൾ, പുതിയ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ BJPക്ക് ആത്മവിശ്വാസം കുറയുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് 100 ദിവസം ഹണിമൂൺ എന്നാണല്ലോ പറയുക. പക്ഷേ ആ 100 ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാര്യമായ ഇവൻസ് ഒന്നും സംഭവിക്കാത്ത, അതേസമയം പ്രതിപക്ഷം ശക്തമാണ് എന്ന പ്രതീതി ജനിപ്പിക്കുന്ന, തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തെ പുറത്താക്കാനുള്ള നമ്പേഴ്സ് ഇല്ല, അതിനുള്ള സാഹചര്യം ഇപ്പോഴില്ല, അതിന് തക്ക വിഷയങ്ങൾ ഇപ്പോഴില്ല. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പുതിയ റിജുവിനേറ്റഡ്, റീലോഡഡ് അല്ലെങ്കിൽ റീഇൻവെൻറ്റഡ് ഫിഗറായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസൻസ് പാർലമെൻറ്റിനകത്തും പുറത്തുമുള്ള പ്രസൻസ് അത് വളരെ ശക്തമായി വരുന്നു. അതുകൊണ്ട് പപ്പു എന്ന ഇമേജിൽ നിന്നും പരിവർത്തനം നേടി ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവായി, ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഉയർന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ നമ്മുടെ രാജ്യത്തും വിദേശത്തുമായി നടത്തിയ ചില പ്രസംഗങ്ങളും പ്രസ്താവനകളും ഒക്കെ ചില പ്രതിഷേധങ്ങളും വിമർശനങ്ങളും വിളിച്ചു വരുത്തി എന്നത് ശരിയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നതിനകത്തൊരു കൺസിസ്റ്റൻസി ഉണ്ട് എന്നത് നമുക്ക് നോക്കി കാണാതിരിക്കാനുമാവില്ല. ഇനി മോദിയുടെ കാര്യത്തിലേക്ക് വന്നാൽ, മോദിയെ എതിർക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്ന മനോഭാവത്തിലേക്ക് ഇന്ത്യയുടെ ജനത മാറിയിരിക്കുന്നു. അതുകൊണ്ട് വിഷയം ഇപ്പോഴും കേന്ദ്ര ബിന്ദുവായി ഇന്ത്യയുടെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിലെ വെള്ളി നക്ഷത്രമായി, തിളക്കമുള്ള താരമായി ഇപ്പോൾ നിൽക്കുന്നത് മോദി തന്നെയാണ്. അനുകൂലമായി വലിയൊരു വിഭാഗം ആളുകളെ നിലനിർത്താൻ ആ മോദി പ്രഭാവത്തിന് ചെറിയ മങ്ങലേറ്റുമെങ്കിലും ഇപ്പോഴും BJPക്ക് മോദിക്ക് പകരക്കാരനെ കാണാനായിട്ടില്ല. അതുകൊണ്ട് മോദി പ്രഭാവം തന്നെ തുടരുന്ന ഒരു കാഴ്ച കാണുന്നു. ലേശം മങ്ങിയെങ്കിൽ പോലും ആ പ്രഭാവം തുടരുന്നു. അതേസമയം മോദി വിരുദ്ധത അതിൻ്റെ മൂർധന്യത്തിൽ ആയിരിക്കുന്നു. അതുകൊണ്ട് ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്നത് അതിജീവിച്ചുകൊണ്ട് വേണം ഈ ഗവൺമെൻറ്റിന് ഇനിയുള്ള 5 വർഷത്തോളം കാലം, 100 ദിവസം തട്ടിക്കഴിച്ചാൽ ബാക്കിയുള്ള കാലഘട്ടം മുന്നോട്ട് പോകുന്നത് ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം. ശക്തമായ പ്രതിപക്ഷമുണ്ട്. അതുകൊണ്ട് എല്ലാ ബില്ലുകളും ഇഷ്ടമുള്ളതുപോലെ പാസ്സാക്കിയെടുക്കാനൊക്കില്ല. മോദി പറയുന്നത് പ്രവർത്തിച്ച ഒരു ട്രാക്ക് റെക്കോർഡാണ് കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നത്. BJP അജണ്ടയിലെ പ്രധാന വിഷയങ്ങളായ രാമക്ഷേത്രം നിർമ്മിച്ചു കാണിച്ചു. അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിച്ചുകൊണ്ട്, രക്ഷാസ്ഥാനത്ത് നിന്നുകൊണ്ട്, രക്ഷാപുരുഷനായി നിന്നുകൊണ്ട് ആ ചടങ്ങുകൾക്കെല്ലാം നെടുനായകത്വം വഹിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ കണ്ടു. അത് മാത്രമല്ല, ആർട്ടിക്കിൾ 370 2019 കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അത് അബ്രോഗേറ്റ് ചെയ്തുകൊണ്ട് BJPയുടെ നയത്തിലെ ആ ഒരു തീരുമാനത്തിലെ ഒരു കണ്ണി കൂടി നേടിയെടുക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. ഇനി ബാക്കിയുള്ളത് യൂണിഫോം സിവിൽ കോഡാണ്. അത് കാര്യമായ ചർച്ചകൾക്ക് ശേഷം മാത്രം എടുക്കേണ്ടതാണ്. ആ ചർച്ചകൾ തുടങ്ങി വെക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആ ചർച്ചകൾ തുടങ്ങി വെക്കാൻ മോദിക്ക് കഴിഞ്ഞു എന്നതും പ്രത്യേകമാണ്. അതുമാത്രമല്ല, 1 നേഷൻ 1 ഇലക്ഷൻ, ഒറ്റ രാജ്യം ഒരൊറ്റ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭകളിലെയും പാർലമെന്റിലെയും തെരഞ്ഞെടുപ്പ് ഒരേ സമയത്ത്, ഒരേ ദിവസം, ഒരേ സമയത്ത് തന്നെ നടത്തണം എന്ന ഒരു നിശ്ചയം അത് തീർച്ചയായും പ്രമുഖ പാർട്ടിക്കായിരിക്കും അതിൻ്റെ പ്രയോജനം. ഇപ്പോഴത്തെ പ്രമുഖ പാർട്ടി BJP ആയതുകൊണ്ട് സംസ്ഥാനങ്ങളിലും BJP കടന്നു വരാനുള്ള വഴി ഒരുക്കുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ ഒരു പ്രപ്പോസൽ പൈലറ്റ് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു വയ്ക്കുന്നത് കണ്ടു. ഇത് പൈലറ്റ് ചെയ്തുകൊണ്ട് പോകാൻ തക്ക നമ്പേഴ്സ് ഉണ്ടാവുമോ? ഘടകകക്ഷികൾക്ക്, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ടാകുന്ന എന്തെങ്കിലും കാര്യം വരുമ്പോൾ ജനതാദൾ യുണൈറ്റഡിനും അതുപോലെ തെലുങ്ക് ദേശം പാർട്ടിക്കും ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കൂടി വേണം. BJPയുടെ ഒരു കോർ കോമ്പറ്റൻസി മാത്രമല്ല അവർക്കുള്ളത്, അവരുടെ വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ തക്ക തീരുമാനങ്ങൾ കൂടി വേണം. അതുകൊണ്ട് പല ഘടകകക്ഷികളുടെ തീരുമാനങ്ങൾക്കും കൂടി വഴങ്ങുന്ന ഒരു പുതിയ മോദിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സമ്മിശ്രമായ വികാരങ്ങളാണ് മോദിയുടെ ആദ്യ 100 ദിനം നമുക്ക് നൽകുന്നത്.